എന്ത് തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കാ നീ? നിന്നോടൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ അവനവന്റെ നില മറന്നു നടക്കരുതെന്ന്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആനന്ദിന്റെ പേരിൽ പൂജ നടത്തണമെങ്കിൽ നീ ആരാണെന്ന് മനസ്സിലായില്ല. മാഡം, അത് ഞാൻ വേണ്ട, കൊന്നുകളയും ഞാൻ. മിണ്ടരുത് നീ. അതിരാവിലെ കുളിച്ച് റെഡിയായി ഇത്രയും ദൂരം നടന്നു വന്ന് ആനന്ദിന്റെ പേരിലും നാളിലും പൂജ നടത്തണമെങ്കിൽ നിന്റെ മനസ്സിൽ എന്തോ ഉദ്ദേശം കാണുമെന്ന് തീർച്ചയാ. എന്തായാലും ഒരു കാര്യം ഓർത്തോ, നീ ഇനി സൂര്യാസ്തമനം വരെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തിയാലും ശരി, നിന്റെ ഉള്ളിലിരിപ്പ് ദൈവം നടത്തി തരില്ല. അത് തീർച്ചയാ. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ മാഡം. ചില സമയത്ത് വെറുതെ പറയണതും ഫലിക്കും. അതെല്ലാവർക്കും സങ്കടം വരുത്തുന്ന കാര്യ. ഞാൻ വലിയ കുഞ്ഞിന് പൂജ നിർത്തടി. ഏത് സമയം നോക്കിയാലും വലിയ കുഞ്ഞെന്ന് പറഞ്ഞു വന്നോളൂ. നിന്റെ ഈ വലിയ കുഞ്ഞെന്ന് പറയുന്ന മനുഷ്യനില്ലേ, ഞാൻ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. എനിക്കറിയാം അദ്ദേഹത്തിന് വേണ്ടി പൂജയും വഴിപാടുകളും ഒക്കെ നടത്താൻ. പ്രിയങ്ക, ആന്റി മതി. കല്യാണി, നീ നിന്റെ സ്ഥാനം എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ലിമിറ്റിനകത്ത് നടന്നാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നത് അടിയല്ല. അറിയാലോ അഖിലാണ്ടേശ്വരി ആരാണെന്ന്. മോളുവാ. എന്തു കുട്ടിയാ നീ? അഖിലാണ്ടേശ്വരി അമ്മയുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയല്ലേ നീ ഈ പൂജ നടത്തിയത്? അത് നിനക്ക് വാതുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ എന്തിനാ അടി വാങ്ങിയത്? തിരുമേനി, മാഡം എന്നെ അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞേനെ. അടിച്ചതിന് ശേഷം ഞാനത് പറഞ്ഞ ആ മനസ്സ് അടിച്ചു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടും. എന്നെ കാരണം ആ മനസ്സ് വേദനിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാ ദേവി, ഇക്കാലത്തും ഇങ്ങനെയൊക്കെ മനസ്സുള്ള കുട്ടികളുണ്ടോ? ആന്റി എന്താ ഇപ്പോഴും അമ്പലത്തിൽ നടന്നത് ആലോചിച്ചോണ്ടിരിക്കുവാണോ? അത് കള ആന്റി, ഇറ്റ്സ് ഓവർ. അതല്ലെന്നേ, ഞാൻ ആ കല്യാണിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ അവനവന്റെ നില മറന്ന് പെരുമാറരുതെന്ന്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എത്ര പറഞ്ഞാലും അവൾക്കെന്താ മനസ്സിലാവാത്തെ? വില്ലേജിൽ നിന്ന് വന്ന പെണ്ണല്ലേ, വിദ്യാഭ്യാസവും ഇല്ല. അതാ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. മാത്രമല്ല, കല്യാണി ഇപ്പൊ എന്തോ ഡിപ്രഷനിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വാട്ട്? കല്യാണിക്ക് ഡിപ്രഷനോ? നീ എന്തൊക്കെയാ പ്രിയങ്കയെ പറയുന്നത്? അതല്ല ആന്റി, അവള് ലോകം കണ്ടിട്ടില്ലാത്തൊരു പാവം പെണ്ണല്ലേ. അവൾക്ക് വീട്ടിലെ പാചകപ്പണി തന്നെ ഒരു വെല്ലുവിളിയായിരിക്കും. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട മെനു തയ്യാറാക്കണ്ടേ? ശരി തന്നെയാ, അവളത് നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയില് ആ ബ്രാൻഡ് അംബാസിഡർ പണി കൂടി വരുമ്പോഴാ പ്രശ്നം. അവൾക്ക് വീട്ടിലെ പാചകപ്പണി തന്നെ ഒരു വെല്ലുവിളിയായിരിക്കും. ശരി തന്നെയാ, അവളത് നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയില് ആ ബ്രാൻഡ് അംബാസിഡർ പണി കൂടി വരുമ്പോഴാ പ്രശ്നം. ആരായാലും തളർന്നു പോവാൻഡി. കല്യാണിയെ സംബന്ധിച്ചാണെങ്കിൽ യാതൊരു ബന്ധവുമില്ലാത്ത ജോലി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാവം ഒരുപാട് സ്ട്രെയിൻ അനുഭവിക്കുന്നുണ്ട്, അത് തീർച്ചയായും.
ആ അതിന്റെ ഡിപ്രഷൻ ആവും ചിലപ്പോ. ആന്റി കൺഫ്യൂസ്ഡ് ആകണ്ട. 2 ജോലികളും കൂടി ഒരുമിച്ച് ചെയ്യുന്നതിന്റെ അസ്വസ്ഥത കല്യാണിക്കുണ്ട്. അവളെ സംബന്ധിച്ച് ആന്റിയോ ആനന്ദോ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും പറ്റില്ലെന്ന് പറയുന്ന സ്വഭാവവും ഇല്ല. പിന്നെ ഏതായാലും അവളുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ കാണും. അവളൊരു പാചകക്കാരുടെ ലിമിറ്റിനകത്ത് നടക്കണോ അതോ ബ്രാൻഡ് അംബാസിഡറിലെ ലിമിറ്റിനകത്ത് നടക്കണോന്ന്. അതുകൊണ്ട് അവള് വെറുതെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒന്നുകിൽ അവള് ബ്രാൻഡ് അംബാസിഡറായി തുടരട്ടെ, അല്ലെങ്കിൽ പാചകക്കാരുടെ ജോലി ചെയ്യട്ടെ. എന്തെങ്കിലും ഒന്ന് മതി ആന്റി, അതാ എല്ലാവർക്കും നല്ലത്. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആന്റി എന്നോട് ക്ഷമിച്ചേക്ക്. ഏയ്, നീ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. കല്യാണിയുടെ കാര്യത്തിൽ ഞാൻ ചിലത് തീരുമാനിക്കേണ്ടി വരും ഉടൻ. നോക്കട്ടെ, ജസ്റ്റ് ഗിവ് മീ സം ടൈം. ഉടൻ രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഹലോ. ഹലോ മാഡം, ഞാൻ രാജീവാണ്. അറിയാം, വിളിച്ച കാര്യം പറയേ. മാഡം, ഒരു നന്ദി പറയാനാണ് വിളിച്ചത്. അഖില മാഡത്തിനോട് പറഞ്ഞ് എന്നെ വീണ്ടും ജോലിയിൽ എടുപ്പിച്ചില്ലേ, അതിന്. മാഡം ഒറ്റൊരാളില്ലായിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ ജോലി കിട്ടില്ലായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വേണ്ട മോഷണത്തിനിറങ്ങാൻ. നന്ദി പോലും നന്ദി. അല്ല, ഇത് പറയാനാണോ ഇപ്പോഴീ കഷ്ടപ്പെട്ട് വിളിച്ചത്? ജയന്തി ഇല്ലേ അവിടെ? അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കും, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ ഓഫീസിലാണ് മാഡം. ഞാൻ അവളോട് മാഡത്തിനെ വിളിക്കാൻ പറയാം. ഇപ്പൊ തന്നെ പറയാം. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. ഞാൻ അവളെ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്റെ ആങ്ങളയുടെ മോള് പട്ടിണി കിടക്കരുതെന്ന് വിചാരിച്ച ഞാൻ തന്നെ അഖിലേച്ചിയോട് പറഞ്ഞ് വീണ്ടും ഈ ജോലി വാങ്ങി തന്നത്. നീയൊക്കെ നോക്കിയും കണ്ടും നടന്നാൽ നിനക്കും അവക്കും കൊള്ളാം. അല്ലെങ്കിൽ വീണ്ടും പഴയ ഗതി വരും, പറയണ്ടല്ലോ. അറിയാം മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ വെറുതെയുള്ള ശ്രദ്ധയല്ല രാജീവേ ഞാൻ നിന്നോട് നോക്കിയും കണ്ടും നടക്കാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് നോക്കിയും കണ്ടും നടക്കാൻ പറഞ്ഞതേ ആ ലോഗോയിലെ കണ്ണിന്റെ വിഷയത്തില. അത് മനസ്സിലായോ നിനക്ക്? ഹലോ ഹലോ, ഫോൺ വെച്ചിട്ട് പോയോ? കട്ടായില്ലല്ലോ. ഹലോ ഹലോ രാജീവേ, കേക്കാൻ വയ്യേ? ഹലോ. കേൾക്കാം മാഡം, പറഞ്ഞോളൂ, ഞാൻ ലൈനിലുണ്ട്. പുതിയതായിട്ടൊന്നുമില്ല, പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ ലോഗോ ഡിസൈനിലുള്ളത് കല്യാണിയുടെ കണ്ണാണെന്ന് ആനന്ദ് ഒരിക്കലും അറിയാൻ പാടില്ല, ഒരിക്കലും. അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന് ആനന്ദ് അറിയുന്ന ദിവസം തൃച്ചംബരത്തൊരു ഭൂകമ്പം നടക്കും. 3.5 തരം അത്. ആ ഭൂകമ്പത്തിൽ ആദ്യം മണ്ണിനടിയിലാകാൻ പോകുന്നത് നീയാ. ഇത്രയും കാലം ഒളിച്ചു വെച്ച് കളിച്ചതിനും അഖിലാണ്ടേശ്വരിയെ ചതിച്ചതിനും. നോക്ക്, ഒരു ജോലി പോയാ വേറെ ഒരുപാട് ജോലികൾ കിട്ടും. പക്ഷെ സ്വന്തം ജീവൻ പോയാലേ എന്ന നെയ്ക്കുമായിട്ട് പോയതാ. അത് ഓർത്താ നീ അത് പറയില്ല. എന്താ, അങ്ങനെയല്ലേ? പറയില്ല മാഡം, ഞാൻ സൂക്ഷിച്ചോളാം. സൂക്ഷിക്കണം. ഞാനിത് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അഖിലാണ്ടേശ്വരി ചില കാര്യങ്ങളിൽ ഇടഞ്ഞ കൊമ്പനാനിയെ പോലെയാ. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ നടന്നു. അതാ ഞാൻ പറഞ്ഞത്. ഫോൺ വെക്കിയ ഞാൻ. ശരി.
ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ എത്തിയില്ലേ ഇതുവരെ? സാർ വന്നോണ്ടിരിക്കുക, ഇപ്പൊ എത്തും. ക്യാബിലെ വെയിറ്റ് ചെയ്യാം. താങ്ക്സ്. ഓക്കെ. രാവിലെ മെനക്കെട്ട് ഞാൻ വന്നതേ നിന്നെ കാണാനാ. നീ വെറും ഡിസൈൻ ആണോ അതോ ഏതെങ്കിലും പെണ്ണിന്റെ കണ്ണുകളാണോന്ന് എനിക്കറിയില്ല. ഏതായാലും നീ ആനന്ദിനെ ഒരുപാട് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. നീ ഇപ്പൊ ഒരു മാജിക് മെഡിസിൻ ആണെന്നാ പറച്ചിൽ. എന്നാ ആ പറച്ചിൽ മേലാൽ എനിക്ക് കേൾക്കാൻ പാടില്ല. കാരണം എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആനന്ദ് എന്റെ കണ്ണുകളെ വേണം നോക്കി ആസ്വദിക്കാൻ. അങ്ങനെ ആകാവൂ. എന്താ കാര്യമെന്നറിയോ? ചിലരുടെ പ്രണയം തുടങ്ങുന്നത് തന്നെ കണ്ണുകളിൽ നിന്നാ. അതുപോലെ ആനന്ദ് നിന്റെ ഈ കണ്ണുകളെ പ്രണയിച്ചു തുടങ്ങിയാൽ ആപത്താകും. ആനന്ദ് ഇനി മുതൽ പ്രണയിക്കാനുള്ളതേ നിന്റെ ഈ കണ്ണുകളെയല്ല, എന്റെ സ്വന്തം കണ്ണുകളെയാണ്. ദേ ഇതിന്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സർ, മാഡം വന്നിട്ടുണ്ട്. ആര്? അമ്മയോ? അല്ല, സാറിന്റെ വുഡ് ബി പ്രിയങ്ക വർമ്മ മാഡം. ആഹാ. എന്നിട്ട്? അകത്തുണ്ട്, സാറിന് വെയിറ്റിംഗാ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. ഇപ്പോഴാ ഇതിനൊരു ഭംഗി വന്നത്. ഹായ് ആനന്ദ്. ഗുഡ് മോർണിംഗ്. അല്ല, എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്, അതും ഓഫീസിലേക്ക്? എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കാണണമെന്ന് തോന്നിയാലേ അടുത്ത നിമിഷം കണ്ടേ പറ്റൂ. അതാ എന്റെ ശീലം.
ഈ സമയത്ത് കാണണമെന്ന് തോന്നി ഇങ്ങോട്ട് പോന്നു. ശരി, വരൂ, ഇരിക്കൂ. My God. ഹലോ Betty, come here. സർ. സർ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തു പറ്റി സർ? ഈ ലോഗോ ഡിസൈൻ ഒന്ന് സ്ഥാനം മാറി ഇരുന്നാ പോലും എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാലോ. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈൻ മാറ്റി പുതിയൊരു ഡിസൈൻ വയ്ക്കാന്ന് വെച്ചാ ആരാ ചെയ്തത്? ആരാണെന്ന്? ശരിയാണല്ലോ, ആ ലോഗയിലെ കണ്ണുകൾ മാറിയിട്ടുണ്ട്. സർ, ഞാനിത് ഇപ്പോഴാ കാണുന്നത്. രാവിലെ ചില ഫയലുകൾ എടുക്കാൻ വന്നപ്പോ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ല? നോൺസെൻസ്. പിന്നെ എന്താ നിനക്കിവിടെ പണി? എന്റെ ക്യാബിനിൽ കയറി ഈ തോന്നിവാസം കാണിച്ചത് ആരാണെന്ന് എനിക്ക് അറിയണം. ഇപ്പൊ ഈ സെക്കൻഡിൽ. ആനന്ദ്, പ്ലീസ് കൂൾ ഡൗൺ. ആ ലോഗോ മാറ്റിയത് ഞാനാ. ഇപ്പൊ ഈ കാണുന്ന ലോഗോയിലുള്ളത് എന്റെ കണ്ണുകളാ. ഞാൻ റീപ്ലേസ് ചെയ്ത കണ്ണുകൾ. ഓ മൈ ഗോഡ്. ബെറ്റി പോ. സർ, നേരത്തെ ഇതിലിരുന്ന ലോഗോ നീ എവിടെ വെച്ചു? പ്രിയങ്ക, അമ്മ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഈ കണ്ണുകളോടാണ്. പ്രിയങ്ക, അമ്മ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഈ കണ്ണുകളോടാണ്. ഞാൻ സൂചിപ്പിച്ചത് തന്നെ നിനക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത്? യു വാണ്ട് ടു ഹർട്ട് മീ? നോ, നെവർ. ആ ലോഗോ ഡിസൈനിൽ എന്റെ കണ്ണുകൾ കാണുമ്പോ ആനന്ദ് ഒരുപാട് സന്തോഷിക്കുന്ന കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്റെ അറിവിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി ഓരോരുത്തർ എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയോ? ഇവിടെ ഈ ലോഗോ ഒന്ന് മാറ്റിയപ്പോ തന്നെ. പ്രിയങ്ക, സ്റ്റോപ്പ് ഇറ്റ്. സി, നീ അമ്മയുടെ സെലക്ഷൻ ആയതുകൊണ്ടാ ഇത് ഞാൻ അങ്ങ് ക്ഷമിക്കുന്നത്. ഇനിയും ഇങ്ങനെ നിന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായാ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. This is first and last warning for you. Hope you understand it. Yes, I'm extremely sorry, Anand. ഇനി എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. I'm sorry, okay?
ഇപ്പൊ വലിച്ചെറിഞ്ഞ എന്റെ കണ്ണുകളുള്ള ലോകവും ഇവിടെ ഈ ടേബിളിൽ ഞാൻ വയ്പ്പിച്ചിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് പ്രിയങ്ക എന്നല്ല.